بسم الله الرحمن الرحيم. وعن أبي أمامة رضي الله عنه قال قال رسول الله صلى الله عليه وسلم أنا زعيم ببيت في ربض الجنة لمن ترك المراء وإن كان محقا وببيت في وسط الجنة لمن ترك الكذب وإن كان مازحا وببيت في أعلى الجنة لمن حسن خلقه. حديث صحيح رواه أبو داود بإسناد صحيح. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൻ്റെ ഓരത്ത് അഥവാ അതിൻ്റെ ഒരു വശത്ത് ഒരു വീട് കൊടുക്കാമെന്ന് ഞാൻ ജാമ്യം നിൽക്കുന്നു. ഒരാൾക്ക് അദ്ദേഹം തർക്കം ഉപേക്ഷിച്ചിരുന്നു. തർക്കം എന്ന ദുസ്വഭാവം ഉപേക്ഷിക്കുന്നവർക്ക് സ്വർഗത്തിൻ്റെ ഒരു സൈഡിൽ ഒരു ഭവനം നൽകാമെന്നതിന് ഞാൻ ജാമ്യക്കാരനാകുന്നു. അദ്ദേഹം സത്യത്തിന് വേണ്ടി വാദിക്കുന്ന ആളാണെങ്കിൽ തന്നെയും തർക്കിക്കാത്തവർക്ക് സ്വർഗത്തിൻ്റെ ഒരു വശത്ത് ഒരു ഭവനം നൽകാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാമ്യം നിൽക്കുന്നു, സാക്ഷി നിൽക്കുന്നു എന്ന് തങ്ങൾ പറഞ്ഞു. ഈ തർക്കം സത്യത്തിന് വേണ്ടി വാദിക്കുന്ന ആളായാൽ തന്നെ. അതേപോലെ സ്വർഗത്തിൻ്റെ മധ്യഭാഗത്ത് ഒരു ഭവനം നൽകാമെന്ന് ഞാൻ ജാമ്യം നിൽക്കുന്നു കളവ് പറയുന്നതിനെ ഉപേക്ഷിക്കുന്നയാൾക്ക്, തമാശക്കാണെങ്കിൽ പോലും. സ്വർഗത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് ഒരു ഭവനം നൽകാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു, ഞാൻ ജാമ്യം നിൽക്കുന്നു സൽസ്വഭാവിയായ മനുഷ്യന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രകാരം 3 പേർക്കും 3 സ്ഥലത്ത് ഓരോ വീടുകൾ വാഗ്ദാനം ചെയ്തു എന്ന് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുകയാണ്. സത്യത്തിന് വേണ്ടിയാണെങ്കിൽ പോലും തർക്കം അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത സംഗതിയാണ്. തർക്കിക്കുന്നതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന വിപത്ത് എന്തെന്ന് വെച്ചാൽ, പരസ്പരം 2 വിശ്വാസികൾ തർക്കിച്ചാൽ തർക്കിക്കുന്നതിന് മുമ്പ് അവർക്കുണ്ടായിരുന്ന ഹൃദയ അടുപ്പം തർക്കത്തിന് ശേഷം നിലനിൽക്കുകയില്ല, നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ ഇവിടെ ഒരു കാര്യം എടുത്തു പറഞ്ഞു, സത്യത്തിന് വേണ്ടിയാണെങ്കിൽ പോലും, സത്യം സ്ഥിരപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ പോലും നിങ്ങൾ തർക്കത്തിൽ മുഴുകണ്ട എന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിലെ ഹജ്ജിനെ കുറിച്ച് പറയുമ്പോൾ വലിയ വലിയ പാപങ്ങളെയൊന്നുമല്ല പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ ഹജ്ജിൽ പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാമിൽ അറിയിക്കുകയാണ്. എന്താ 3 കാര്യങ്ങൾ? ഒന്നാമത്തത് കൈകൊണ്ടും കാലുകൊണ്ടും ചെയ്യുന്ന കുറ്റങ്ങളാണ്. രണ്ടാമത്തേത് നാവ് കൊണ്ട് പറയുന്ന മ്ലേച്ഛമായ വർത്തമാനങ്ങളാണ്. മൂന്നാമത്തത് അള്ളാഹു എടുത്തു പറഞ്ഞ കാര്യം ഈ പറഞ്ഞ തർക്കമാണ്. തർക്കം ഹജ്ജിൽ ഒരാൾ നടത്തിയാൽ ഹജ്ജിൻ്റെ പൂർണ്ണമായ പ്രതിഫലം അവന് ലഭിക്കുമല്ല, പിന്നീട് അവന് ഹജ്ജിൻ്റെ ഭാഗിക പ്രതിഫലം മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഹജ്ജിൻ്റെ അമല് കളയുന്ന, ഹജ്ജിൻ്റെ കൂലി കളയുന്ന ഒരു ദുസ്വഭാവമാണ് തർക്കം. അതുകൊണ്ട് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഫലാ ജിദാല എന്ന് എടുത്തു പറഞ്ഞേക്കാണ്. വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്, ഹജ്ജിൽ തർക്കം പാടില്ല. ഇവിടെയും ഞങ്ങൾ പറഞ്ഞു സ്വർഗത്തിലൊരു വീട് കൊടുക്കാം, തർക്കിക്കാതിരുന്നാൽ മതി. രണ്ടാമത്തത് റസൂലുള്ളാഹി തങ്ങൾ ഇവിടെ പറഞ്ഞു സ്വർഗത്തിൻ്റെ മധ്യത്തിൽ വീട് കൊടുക്കാം. അതെന്താണ്? കളവ് പറയാത്തവർക്കാണ്. തമാശയ്ക്ക് പോലും, തമാശയാണെങ്കിൽ പോലും കളവ് പറയാൻ പാടില്ല. ചില ആൾക്കാർ കള്ളം പറഞ്ഞിട്ട് എടേ ഞാൻ തമാശ പറഞ്ഞതാ എന്ന് പറയും. അങ്ങനത്തെ ആൾക്ക് പോലും ഈ വീട് നഷ്ടപ്പെടും എന്നതിനർത്ഥം ആ വീട് അവർക്കില്ല. മറിച്ച് തമാശയ്ക്ക് പോലും കളവ് പറയാതെ സത്യസന്ധതയിൽ ഉറച്ചു നിൽക്കുന്നവർക്കാണ് ഈ ഭവനമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. മൂന്നാമത്തെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് പടച്ചവൻ്റെ ഭവനത്തിൽ സ്വർഗത്തിലൊരു വീട് കൊടുക്കുന്നത് ആർക്കാ? സൽസ്വഭാവിക്ക. സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായ ഇടപഴകലിൽ സത്യസന്ധതയോടൊപ്പം തർക്കമില്ലായ്മയോടൊപ്പം മയമായ ഇടപെടൽ, ആരെയും വെറുപ്പിക്കാത്ത രീതിയിലുള്ള ഇടപെടൽ, അതിനാണ് നല്ല സ്വഭാവം എന്ന് പറയുന്നത്. നബി തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉയർന്ന സ്വഭാവം പറഞ്ഞ എന്താണെന്നറിയോ? ഏറ്റവും ഉയർന്ന സ്വഭാവം ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫ് വഅനി അനിൽ ജാഹിലീൻ. എന്താ?
3 കാര്യങ്ങൾ. ഖുദുൽ അഫ്വ, വിട്ടുവീഴ്ചയെ മുറുകെ പിടിക്ക് പ്രവാചകരെ, വിട്ടുവീഴ്ച മുറുകെ പിടിക്ക്. വഅ്മുർ ബിൽ ഉർഫി, സൽക്കർമ്മങ്ങൾ കൊണ്ട് കൽപ്പിക്ക് നബിയെ, സൽസ്വഭാവം. 3-മത്തത് വഅ്രിദ് അനിൽ ജാഹിലീൻ, അറിവില്ലാത്ത വിഡ്ഢികൾ പാമരന്മാർ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നാൽ ഒഴിഞ്ഞു പോയി പ്രവാചകരെ, ഒഴിഞ്ഞു പോ. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചാൽ അതിനേക്കാൾ വലിയ പൊട്ടം നീ ആയിരിക്കും. അത് വേണ്ട, എന്ത് ചെയ്യുക, ഒഴിഞ്ഞു പോയേക്കുക. അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, ശ്രദ്ധിക്കണ്ട. അങ്ങനെ അതാണ് ഏറ്റവും നല്ല സ്വഭാവമെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ ഹബീബിനെ പഠിപ്പിക്കുന്നത് നമുക്ക് ഖുർആനിൽ കാണാം. ഈ 3 കാര്യങ്ങളുണ്ടായാൽ തന്നെ 50% പ്രശ്നങ്ങൾ ഒഴിവായി എന്നർത്ഥം. ഏതാ? ഒന്ന് വിട്ടുവീഴ്ച, 2 സൽക്കർമ്മങ്ങൾ പറഞ്ഞു കൊടുക്കുക, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നല്ല കാര്യം പറഞ്ഞു കൊടുക്കുന്നവരോട് എത്ര ദുഷിച്ച വ്യക്തിക്കും ബഹുമാനം ഉണ്ടാവുമല്ലേ? അതുകൊണ്ടാ തബ്ലീഗിന് പോകുമ്പോൾ ആൾക്കാർ ഓടുന്നത് പേടിച്ചിട്ടല്ല, നാണിച്ചിട്ട് ഓടുകയാണ്. പേടി നമ്മൾ പോലീസൊന്നുമല്ലല്ലോ, വലിയ പോലീസാണോ? അല്ല, പക്ഷേ അവർക്കത് കേൾക്കാനുള്ള ലജ്ജ. ഇന്നലെ വന്ന് പറഞ്ഞു കേട്ടില്ല, മിനിഞ്ഞാന്നും പറഞ്ഞു കേട്ടില്ല, കഴിഞ്ഞ മാസം വന്ന് പറഞ്ഞു കേട്ടില്ല. ഇനി മനുഷ്യൻ വരുന്നുണ്ട്, പുള്ളി പതിയെ കടയുടെ പുറകോട്ട് മാറും. എന്താ അത് അവരെ കുറ്റം പറയണ്ട, അതൊരു നല്ല ഗുണമാണ്. എന്താ അത്? ഈമാൻ്റെ ഭാഗമായ ലജ്ജ കാരണം ഇനി കേൾക്കാൻ മതി. അതാണ് സൽസ്വഭാവത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്, ലജ്ജ. 3-മത്തെ എന്താണ്? ജാഹിലീങ്ങൾ പലതും പറയും, അവർക്കൊന്നും അറിയില്ല. പാവങ്ങൾ പകുതി കേൾക്കും, പകുതി കേൾക്കൂല, കേട്ടത് ശരിക്കും മനസ്സിലാവില്ല. അപ്പോൾ ഇതൊക്കെ പറയും. നമ്മൾ എന്ത് ചെയ്തേക്കണം? അവിടെ ചർച്ച നടക്കുകയാണെങ്കിൽ ഇതിലേ പോയേക്കണം, ഇവിടെ ചർച്ചയെങ്കിൽ അതിലേ പോയേക്കണം. ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ കേൾക്കാൻ പോകും, പ്രതികരിക്കണമെന്ന് തോന്നും, പിന്നെ ജിദാലാവും, തർക്കം ആടിയാവും, ഒന്നും വേണ്ട, ഒഴിഞ്ഞു പോയേക്കണം. സരി കൂടെ പോയ വല്ല കുഴപ്പമുണ്ടോ? അത് കീരി പോകുന്ന കണ്ടിട്ടില്ലേ? മൂലയെ കൂടെ കയറി അങ്ങ് പോകും, ആര് തിന്നാലും ശരി. അങ്ങനെ പോയേക്കണമെന്നാണ് മഹാന്മാർ പറഞ്ഞേക്കത്. അപ്പോൾ അള്ളാഹു തആല ഈ നിലയിൽ അമൽ ചെയ്താൽ, ഈ നിലയിൽ സ്വഭാവം എടുത്താൽ നമുക്ക് സ്വർഗത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് ഒരു ഭവനം തരാമെന്ന് ആരാ ജാമ്യം നിന്നത്? ഹൈക്കോടതി വക്കീലല്ല, മറിച്ചാരാ? അള്ളാഹുവിൻ്റെ റസൂൽ. അത് സത്യസന്ധമായ ജാമ്യമാണ്, ഒരു മാറ്റവും. അള്ളാഹു നമുക്ക് 3 വീട് നൽകുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.